ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള 3 വഴികളെക്കുറിച്ചാണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതിലൊന്നാമത്തെ വഴി ഇതാണ്: പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വം മൂലം നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. റോമർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോഴുള്ള ആ ജഡീക ആസക്തികളെ നിയന്ത്രിക്കുവാനുള്ള കൃപ കിട്ടുന്നതിനെക്കുറിച്ച് ഈ 8-ാം അധ്യായം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഈ റോമർ 8-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വമാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ചിതറിപ്പോയ അപ്പോസ്തോലന്മാർ പെന്തിക്കോസ്തിക്ക് ശേഷം ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് യേശു ഏകരക്ഷകനാണെന്ന് ധൈര്യപൂർവ്വം പ്രസംഗിച്ചത്, അവരെ നയിച്ചത് പരിശുദ്ധാത്മാവ് മുഖേനയാണ്. ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെയും വന്നിരിക്കുന്നുവെന്ന് ജനം അപ്പോസ്തലന്മാരെ കണ്ട് ഇപ്രകാരം പറഞ്ഞത്, അവരെ നയിച്ചത് പരിശുദ്ധാത്മാവ് നിമിത്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കൊരു പാപത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജഡീക ആത്മാവ് തളരുകയും പരിശുദ്ധാത്മാവ് ഉയർന്നു വരികയും ചെയ്യണം. മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിർജീവമായി കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നു. അതുകൊണ്ട് സഭാപിതാക്കന്മാർ, സുറിയാനി സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. ഒറ്റ ചെറിയൊരു പ്രാർത്ഥന അവർ നടത്തിയിട്ടുള്ളൂ: പരിശുദ്ധാത്മാവേ, പാപിയായ എന്നിൽ വന്ന് നിറയണമേ. അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വം മൂലമാണ്. അതുകൊണ്ട് നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. അങ്ങനെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ, നാളുകളായിട്ട് പല പാപത്തിലും വീണു പോകുന്ന നിങ്ങളുടെ ആ ബലഹീന അവസ്ഥ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എടുത്തു മാറ്റും. ഇതൊരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് കിട്ടില്ല, 2 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് കിട്ടില്ല. നിരന്തരമായി ഇത് പ്രാർത്ഥിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ ഈ ആത്മാവിലുള്ള ജീവിതം അവന് സുഖകരമായിട്ട് ഭവിക്കും. അതിന് ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.